ഇപ്പോൾ അടുത്തൊരു പ്രോജക്റ്റ് ഇതേപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റിൽ ഭാഗമാണല്ലോ. ഐ ആം ഗെയിമിനെ കുറിച്ച് ചോദിക്കണേ. ഹാസിദായത്തിന്റെ പ്രോജക്റ്റ് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഡിജോ ചേട്ടൻ്റെ പടം വരുന്ന പോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ പടം ആണ്. എനിക്ക് എന്താ പറയുക, ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ്റെ പടം എന്ന് പറയുമ്പം ഞാൻ അതിൽ അഭിനയിച്ചാൽ പോലും എനിക്ക് അവൻ്റെ പടമായിട്ട് പോയി കാണാനാണ് ഇഷ്ടം. കിടിലം പടമായിരിക്കും, അടിപൊളിയായിരിക്കും. അവർ മലയാളികൾ 3 വർഷത്തോളമായി ദുൽഖറിന്റെ ഒരു മലയാള ചിത്രം റിലീസാകാൻ വേണ്ടി കാത്തുത്തിരിക്കുന്നത്. 2026 കിടക്കുമ്പോൾ ദുൽഖറിന്റെ 3 വർഷത്തിലേക്ക് കിടക്കണത് അഫ്ഗത്തേക്ക് ശേഷം ഇറങ്ങുന്ന ഒരു മലയാള ചിത്രമാണ്. അതിന്റെ എങ്ങനെ ഉണ്ടാവും? ഒരു വലിയ പടം എന്ന രീതിയിൽ വരികയാണ്. എന്ന് വെച്ചാൽ പടത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, പോയവൻ എന്നെ കൊല്ലും. പക്ഷേ അവരെല്ലാവരും ഭയങ്കര അതിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് തൊട്ട് പ്രീ പ്രൊഡക്ഷൻ തൊട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന തൊട്ട് എല്ലാം ഒരു പക്ക ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത് ചെയ്യുന്നത്. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. മലയാളികൾ ആഗ്രഹിക്കുന്ന ദുൽഖറിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് എന്ന രീതിയിലും ഒരു ഫൈറ്റ്, ഒരു മാസ് അവതാരം. അത് മാത്രമല്ല എല്ലാ രീതിയിലും കാരണം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ആ ടീം ശ്രമിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ ഷൂട്ട് ചെയ്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല തന്നെ ആവും, അടിപൊളിയാവും. അവർ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട്. അതിൽ ഭാഗമല്ലേ പ്രോജക്റ്റിൽ ഭാഗമല്ല ആക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഐ ആം ഗെയിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്നുള്ള ആൾ കണ്ടതിൽ സംസാരിക്കണം. ഇല്ല, അങ്ങനെയല്ല. ഞാനൊരു പെർട്ടിക്കുലർ പുള്ളീൻ്റെ ഒരു ഭാഗത്ത് മാത്രം വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. എത്രത്തോളം ഡേറ്റ്സ് ഉണ്ടായിരുന്നു? എനിക്കൊരു 5 to 6 days ദുൽഖറിനായിട്ട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. സോ ഹാപ്പി. കല്ലൂടെ 2ാമത്തെ പടമാണ് കൊത്ത കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പടമാണ്. പെപ്പയുടെ കൂടെ കോമ്പിനേഷൻ ഇല്ല. ഇവിടെ തന്നെ കൊച്ചിയിലാണോ ഹൈദരാബാദാണോ ലൊക്കേഷൻ? എനിക്ക് കൊച്ചി തന്നെയായിരുന്നു. അതെ. അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാന്റസി, ത്രില്ലർ, അങ്ങനെ മിക്സഡ് ഓഫ് ജോണർ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഒരു ഫ്രഷ് മൈൻഡായിട്ട് തിയേറ്ററിലേക്ക് വരിക. അടുത്ത ഓണത്തിന് അടിപൊളിയായിരിക്കും. നിലവിലത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞോ അതോ ഫൈനൽ ഷെഡ്യൂളിലാണ്? ഇപ്പം പാക്കപ്പ് ആവും. ഇന്നോ ഇന്നലെ പാക്കപ്പ് ആവേണ്ടതാണ്. വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ നാളെ ഈ 3 ദിവസത്തിനുള്ള പാക്കപ്പാണ്, ഫുൾ പാക്കപ്പാണ്. മിസ്കിൻ സാറിന്റെ കൂടെ കോമ്പിനേഷൻ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇക്കാൻ്റെ കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സ്ക്രീനിങ് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, പൊളിക്കാം. ഉറപ്പായിട്ടും എന്തായാലും